ഹായ്, വെൽക്കം ബാക്ക് ടു വേലാസ് ബ്ലോഗ്. അപ്പം ഞങ്ങളിപ്പോൾ വന്നത് ഒരു 2 സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് ആണ് ഇന്ന്. അപ്പം നമുക്കത് കാണാം. അപ്പം ഇതാണ് ആ സാധനം. ഇത് മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വന്നതാണ്. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. എല്ലാം ടോപ്പാണ്. എനിക്ക് ഓർഡർ ചെയ്ത ടോപ്പാണ്. ഡെയിലി യൂസിന് പറ്റിയതാണ്. ഡെയിലി യൂസിന് പറ്റിയ സാധനമാണ്. അല്ലേ, ക്ലോത്ത് കുഴപ്പമില്ല, നല്ല ക്ലോത്താണ്. ഇതൊന്ന് എല്ലാം നല്ല ക്ലോത്ത് കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്. ആനകുളം ഇത് രണ്ടെണ്ണമായി. മൂന്ന് നല്ല ടോപ്പ് കേട്ടോ, നല്ല ടോപ്പാണ്. നല്ല കളക്ഷനാണ്. നല്ല കളക്ഷനാണ്, നല്ല അടിപൊളി ടോപ്പ്. നല്ല മറപ്പീട്ടേക്ക് നല്ല ചിരിച്ചു. 999 രൂപയാണ് മറപ്പീട്ടേക്ക്. എല്ലാ തെന്മാറപ്പി ആയിപ്പോയി. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടോപ്പാണ് ഗൈസ്. നല്ല നമുക്ക് ജീൻസിൻ്റെ കൂടെയും ലെഗിൻസിൻ്റെ കൂടെയും എല്ലാം ഇടാൻ പറ്റിയ നല്ല ടോപ്പാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടു. അടുത്തത് ഡാർക്ക് നല്ല കളറാണ്. കളർ പോകില്ല എന്നാണ് വിശ്വാസം. ഇന്നലെ വന്നേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരം ആയ വ്യത്യാസം സാധനം. അല്ലേ, നല്ല ടോപ്പാണ്. ഇഷ്ടപ്പെട്ടു. ചേട്ടൻ ഓർഡർ ചെയ്തത് സർപ്രൈസ് ആയിട്ട് സാധനം വന്നേന്ന് വിചാരിച്ചില്ല. ഇനി ഇത് പൊട്ടിച്ചു നോക്കാം. അടുത്തത് പൊട്ടിച്ചു നോക്കാം. ഇത് ഒരു ഫ്രോക്ക് മാതിരിയുള്ള ഒരു ഡ്രസ്സാണ്. ഇത് കോട്ടാണ്. ഈ ഡ്രസ്സ് എല്ലാവർക്കും ഒന്ന് കിട്ടും. ഈ ഉടുപ്പിൻ്റെ ഇത് ഈ ഫ്രോക്ക് മാതിരിയുള്ള ഇതിൻ്റെ കൂടെ ഉള്ള ഇതാണ്. എന്താ ഗൈസ്, അന്നപ്പോൾ അത് നിങ്ങളെ കാണിക്കാന്ന് കരുതി. ഒരു സന്തോഷം. നല്ല 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 ക്ലോത്താണ് കേട്ടോ. നല്ല ക്ലോത്താണ്. നല്ല കട്ടിയുണ്ട്. നല്ല ഡ്രസ്സ്. എന്നാലും നമ്മൾ ചിലർ പറയും മീഷോയും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്യുമ്പം ആ സാധനങ്ങൾ ചിലത് വരണതൊന്നും അത് നല്ലതായിരിക്കില്ല. ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഇതുപോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് സാധനം തന്നെ വരണം. ഒരു കാരണവശാലും കോട്ടൺ ക്ലോത്ത് ഓർഡർ ചെയ്തത്. കോട്ടൺ ക്ലോത്ത് ഓർഡർ ചെയ്യുന്നത് പ്രിന്റ് സാധനമാണ്. പ്രിന്റ് സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് കഴിയുമ്പോൾ പെട്ടെന്ന് കളർ പോകും, ചിലത് ഡാമേജ് ആയിരിക്കും. പിന്നെ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ കളർ പോകുന്നില്ല. എന്നിരുന്നാലും നല്ല വെയിലത്ത് കൊണ്ട് ഉണക്കുകയാണെങ്കിൽ സംഗതി നരച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കുറച്ച് ദിവസം ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. നല്ല ഡ്രസ്സ് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. അതിൻ്റെ എമൗണ്ടേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസം മീഷോ നമ്മൾ ഒന്നിൻ്റെയും പ്രമോഷനായിട്ട് പറയുക അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്ന് അപ്പോൾ ഇന്നലെയാണ് എത്തിയത്. അപ്പോൾ അതൊരു സന്തോഷം. അതൊന്ന് വീഡിയോ എടുക്കാന്ന് കരുതി എടുത്തതാണ്. നമുക്ക് ഒരുപാട് നമുക്ക് ഡാമേജ് വന്നിട്ടുണ്ട്, നമ്മൾ തിരിച്ച് റിട്ടേൺ വിട്ടിട്ടുണ്ട്. പക്ഷെ ചില സാധനങ്ങൾ വരുമ്പോഴത്തേക്കും
നല്ല അടിപൊളി സാധനം, നല്ല ടോപ്പ്. ഇതൊക്കെ മീഷോന്നൊക്കെ ഓർഡർ ചെയ്ത സാധനം, ഉടുപ്പാണ്, ഡ്രസ്സ്. ഞങ്ങളുടെ ഈ ഡ്രസ്സൊക്കെ നല്ല മീഷോന്ന് ഓർഡർ ചെയ്ത ഡ്രസ്സാണ്. എനിക്ക് കൂടുതലും ബ്ലാക്ക് ആണുള്ള, എനിക്ക് ബ്ലാക്കും ബ്ലൂ ആണ് കൂടുതൽ, ഞാൻ അതേ എടുക്കുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ള കളറാണ്. അപ്പം ഇത് 1 2 3 4 5 6 7. ഓണത്തിന് ഡ്രസ്സേ വേണ്ട, ഓണത്തിനുള്ള ഡ്രസ്സായി അച്ഛനും ഓണത്തിന് ഒരു ജോഡി എടുത്ത് കൊടുക്കണം. ഇതിപ്പോ ഓണം അടുപ്പിച്ചപ്പോ ഇതെല്ലാം കണ്ട് ഇട്ട് തീർക്കും. അപ്പൊ ഇനി ഓണാകുമ്പോഴത്തേലും ഒരു ജോഡി 2 മാസം ഉള്ളു, 2 മാസേ ഉള്ളു. അങ്ങനത്തെ പരിപാടിയുള്ളൂ. ഇട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ, അല്ല കിട്ടിക്കഴിഞ്ഞ അപ്പൊ തന്നെ ഇട്ട് പിടിയാക്കും. നല്ല ഡ്രസ്സ് ഇട്ടപ്പോ നമ്മള് പിന്നെ ഇട്ടോണ്ട് പോകുമല്ലോ, എവിടെ പോയാലും നല്ല പുതിയത് എടുത്തിട്ടോണ്ട് പോകുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഇത് നല്ല എനിക്കിഷ്ടമായി, നല്ല ഡ്രസ്സാണ്, എനിക്ക് ചേരുന്നത് തന്നെ, എന്റെ കളറിന് ചേരുന്നത് തന്നെ. ഇത് മോളെ ഒളിച്ചാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്, കാണുമെങ്കിൽ സീനാണ്. പിന്നെ നിവൃത്തിയില്ല, എനിക്ക് എവിടെ അച്ഛ ഡ്രസ്സ് എന്ന് ചോദിക്കും. ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഉള്ളത് അവൾക്കാണ്. നമ്മളത് ഡ്രസ്സ് വാങ്ങിച്ചു എനിക്കെവിടെ ഡ്രസ്സ് എന്ന് ചോദിക്കും. കുഞ്ഞിന് ഡ്രസ്സ്, അവൾക്ക് ഫാഷനുള്ള കാര്യങ്ങൾ തന്നെ ഡ്രസ്സ്, പിന്നെ മേക്കപ്പ്. ആൺകുട്ടിയായിട്ടാണ് നടക്കണമെങ്കിലും മേക്കപ്പിൻ്റെ കാര്യത്തിന് ഒരിതുമില്ല. മേക്കപ്പ് ചെയ്യണം, മേക്കപ്പ് സാധനങ്ങൾ വേണം. അപ്പം അവളെ ആൻറ്റിയുടെ മോള് അതുപോലെ അവളെ ചടങ്ങ് സമയത്ത് മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക്കും ഐലൈനറെല്ലാം വരയ്ക്കണുണ്ടപ്പം, അമ്മ അത് എനിക്കും ഇതേപോലെ ചെയ്യണം, എനിക്കും വാങ്ങിത്താ, മേക്കപ്പ് സെറ്റ് വാങ്ങിത്താ എന്നാണ് മോള് പറഞ്ഞത്. അപ്പം അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം 3 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം പക്ഷെ അവൾക്ക് 3 വയസ്സാണെങ്കിലും നല്ല എന്ന് വെച്ചാൽ വലിയ ഇച്ചിരി പക്വതയുള്ളൊരു സംസാര രീതിയൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും അറിയാം, പക്ക എന്ന് വെച്ചാൽ എല്ലാത്തിനും ഭയങ്കര വൃത്തിക്കാരിയാണ്. പിന്നെ എല്ലാത്തിനും ഒരു അച്ചടക്കമാണ്. ഭയങ്കര എന്തോ നമ്മൾ വിചാരിച്ചല്ലേ, നമ്മളൊക്കെ കുഞ്ഞിനാളിൽ കാണിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവളെല്ലാം പക്ക. അച്ഛൻ്റെ സ്വഭാവമാണ് കിട്ടിയത്, എൻ്റെ സ്വഭാവമല്ല, അച്ഛൻ്റെ സ്വഭാവമാണ് കിട്ടിയത്. എല്ലാത്തിനും ഒരു പ്രൊഫഷൻ വേണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, മോളെ എന്ന് വിളിക്കാൻ സമ്മതിക്കില്ല, മോനെ എന്ന് വിളിക്കണം. ഞാൻ മോളല്ല, മോനാണ്. എന്തുണ്ടെങ്കിലും മോനെ എന്ന് വിളിക്കുക. ഇപ്പം മോളെന്ന് പേര് പോലും ചില സമയത്ത് വേദമിത്ര. അപ്പൊ മോളെ, മോനെ, മോൻ അച്ഛൻ മോൻ. സ്കൂളിൽ ടീച്ചറിനോട് പോലും പറഞ്ഞേക്കാണ് മോളെന്ന് വിളിക്കില്ലെന്ന്. പ്രിൻസിപ്പാള് ഇതുപോലെ അവരെ പ്രിൻസിപ്പാള് ഒരു ദിവസം എന്തോ ഫുഡ് കഴിക്കാത്ത, മോളെ വന്ന് ഇരി, മോളെ വന്ന് കഴിക്കും മോളെ എന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചു പറഞ്ഞു കൊടുത്ത്, മോളല്ല മോൻ, മോനെന്നാണ്, അച്ഛൻ മോൻ. സ്കൂളില് വീട്ടിൽ കിടന്ന് കാണെങ്കിൽ വീട്ടില് അലമ്പ് എന്ന് വെച്ചാ അറിയാലോ, പിള്ളേരുടെ സ്വഭാവം അറിയാലോ. അപ്പം പക്ഷെ സ്കൂളില് ഡീസൻ്റാണ്, നല്ല ഡീസൻ്റാണ്. ടീച്ചറിനെല്ലാം നല്ല അഭിപ്രായം. അത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം. വീട്ടിൽ കിടന്ന് ഭയങ്കര അലമ്പ്. അവൾക്ക് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും കളർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചമ്മൽ അങ്ങനെയുള്ളതൊന്നുമില്ല, എല്ലാത്തിനും മുൻപന്തി നിൽക്കണം. പിന്നെ ഗെയിം കളി മൊബൈലിൽ ഓൺലൈൻ ഗെയിമാണ് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എടുത്തിട്ട് അമ്മയുടെ ഫോൺ എടുത്താണ് ഗെയിം ഇൻസ്റ്റാൾ ചെയ്തത്. രാത്രി ആകുമ്പോഴത്തേക്ക് ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് വന്നിരുന്ന് ഉറങ്ങും. രാവിലെ ഉറക്കഴിച്ചുകൊണ്ട് ആദ്യം നോക്കുന്നത് ഗെയിം കയറിയെന്നാണ് നോക്കുന്നത്. അമ്മ പോലും അറിയില്ല ഗെയിം കയറി, അമ്മ ഗെയിം കയറി കിടക്കണം. ഇവിടെ രാവിലെ നോക്കുമ്പോൾ ആ ഗെയിം കൊണ്ട് അതിൻ്റെ അടുത്ത് ഓണാക്കി കളിക്കും. ഇതാണ് പരിപാടി, സ്ഥിരം പരിപാടിയാണ്. തലേ ദിവസം കുറച്ച് കിടന്ന ഗെയിമിനെ മൊത്തം അങ്ങ് അടിച്ച് കളഞ്ഞിട്ട് അന്ന് രാത്രി ആകുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വന്നിരുന്ന് തുടങ്ങും. രാവിലെ അടിച്ചാൽ ചെയ്ത് നോക്കും, കയറിയോ. അമ്മ നെറ്റ് പെട്ടെന്ന് ഓഫാകില്ല, അത് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വന്ന് കിടന്ന് പറഞ്ഞു. അമ്മ നെറ്റ് ഓഫ് ചെയ്യില്ല, എപ്പോഴും നെറ്റ് ഓണാക്കി. നെറ്റ് ഇങ്ങനെ ഓണാക്കിയിടും, ചാർജും തീരും, നെറ്റും തീരും. രാത്രി നെറ്റ് തീർന്നു, ചാർജ് തീർന്നു. സംഭവം ഇവൾക്ക് ഈ ഒരു കാര്യം അറിയാം. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാളിന് ഇട്ടിട്ട് വന്ന് കിടന്നുറങ്ങും. രാവിലെ ഉറക്കം എണീറ്റിട്ട്, അച്ഛമ്മ ഫോൺ എന്തിയേ, ഇങ്ങനെ ചെയ്യും. അച്ഛമ്മ ഫോൺ എന്തിയേ, ഇത് എവിടെ ഇരിക്കണം മക്കളെ, ഇന്നത്താ എന്ത്, അത് ഗെയിം ഡൗൺലോഡിന് ഇട്ടേക്കണം. അത് അതേപോലെ പറയും. ഇട്ട്
ഗെയിം കളിച്ച് കളിയുന്നു. ഗെയിം എന്ന് പറഞ്ഞാൽ 10-12 ഗെയിം അമ്മയുടെ ഫോണിൽ മാത്രമായിട്ടുണ്ട്. എൻ്റെ ഫോണിലെടുത്തിട്ടാണ് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്തു. എനിക്ക് കിട്ടുകയും ചെയ്തു. വഴക്ക് കിട്ടും. എന്തിന് ഡിലീറ്റ് ചെയ്തു എന്തേ ചോദിക്കും. അയ്യോ എന്തിന് ഡിലീറ്റ് ചെയ്തു അച്ഛനോട് ചോദ്യം ചെയ്യും. എന്തിന് അച്ഛൻ എന്തിനു ചെയ്തേ, അച്ഛൻ എന്തിനു ചെയ്തേ, അവൾ എന്തെങ്കിലും ഒരു സാധനം അച്ഛൻ എന്തിനെടുത്തേ, അച്ഛൻ എന്തിനെടുത്തേ, ഇതാണുള്ള ചോദ്യം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് കുറച്ച് ഡ്രസ്സുകൾ വന്ന അൺബോക്സിങ്ങും പിന്നെ ഞങ്ങൾ അവളെപ്പറ്റി കുറച്ച് പറഞ്ഞതുമാണ്. അവളെപ്പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. അപ്പം ഇനി അടുത്ത് വരുന്ന വീഡിയോസിൽ അവളെപ്പറ്റിയും പിന്നെ ഞങ്ങളെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഞങ്ങൾ ഒരു വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ എവിടെയാണ് മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി, കമൻ്റ് ഇടുക. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ തുടക്കക്കാരാണല്ലോ, അത് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറഞ്ഞു തരിക. നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അതെന്ത് നിങ്ങൾ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമുക്കതൊരു ഊർജ്ജമാണ്, വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജമാണ്. പ്രോത്സാഹനമാകും. തുടക്കക്കാരാണ്ട് അതിനുള്ള ഒരു അറിവില്ലായ്മ ഒരു പരിമിതി ഉണ്ട്. അപ്പം അതനുസരിച്ചാണ് വീഡിയോ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരിക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നീക്കി വയ്ക്കുക. പിന്നെ എന്താ പറയുക, ഞങ്ങൾ വീഡിയോ ഇടാൻ ഇച്ചിരി സ്ലോ ആവുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മഴയായതുകൊണ്ട് നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇടാതിരിക്കുമ്പം പിന്നെ നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണാതിരിക്കരുത്. കാരണം ഞങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വീഡിയോ വരാൻ താമസം. 5 മണിക്ക് ഇടുന്ന വീഡിയോ ചിലപ്പോൾ കയറും, ചിലപ്പോൾ 8 മണിക്ക് പിന്നെ കയറത്തുള്ളൂ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇടാൻ പറ്റുന്നു, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇടാൻ പറ്റുന്നു. ചില ഇന്നലെ ഇട്ട വീഡിയോ തന്നെ കയറ്റാൻ തന്നെ ഒരു ദിവസം പിടിച്ച്, മഴ പെയ്തപ്പോൾ ഒരു ദിവസം പിടിച്ച്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ സപ്പോർട്ട് ഞങ്ങൾക്ക് തരാതിരിക്കരുത്. വീഡിയോ ഇല്ലാത്തത്, വീഡിയോ വരണില്ലല്ലോ, വീഡിയോ ഇടുന്നില്ലല്ലോ എന്ന് കരുതി സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് വീഡിയോ വരാൻ താമസം. കാരണം റേഞ്ചിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ BSNL റേഞ്ച് ഉള്ളൂ. ബാക്കിയുള്ള സിമ്മുകളെന്ന് ഒരു കുഴിഭാഗമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ റേഞ്ചില്ല. ആകെ ഉള്ളത് BSNL റേഞ്ച് ഉള്ളത്. പക്ഷെ അതാണെങ്കിൽ നെറ്റ്വർക്ക് സ്പീഡല്ല. അറിയാമല്ലോ 2G ആണ്. അപ്പോൾ അതിലത്തെ നെറ്റ്വർക്ക് സ്പീഡില്ല. പിന്നെ കുറച്ച് 2 കട്ടയൊക്കെ വെച്ച് പിടിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോ സെൻഡ് ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് ഇടുന്നത്. ഞങ്ങൾ തുടക്കക്കാരാണല്ലോ. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയുക. അത് പരിഹരിച്ച് ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ നെറ്റ്വർക്കിൻ്റെ കേസ് ഇതാണ്, വീഡിയോ വരാനുള്ള താമസം പറഞ്ഞ ഇതാണ് ഗൈസ്. അപ്പം വേറെ ഒന്നുമില്ല. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ നീക്കി വയ്ക്കുക. പിന്നെന്താ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ശരി, ബൈ.